കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇപ്പം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ 2 വലിയ ബീട്രൂട്ട്, ഇത് ഈ വലുപ്പത്തിൽ ഇങ്ങനെ മുറിച്ച്, ഇത് ഒരു സവാളയാണ്, ഇത് ഈ വലുപ്പത്തിൽ മുറിച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കടുകാണെങ്കിൽ കടുകിട്ടു, അല്ലെങ്കിൽ ജീരകം, ഒരു നുള്ള് കായവേ. അപ്പം ഇവിടെ ചെറിയ സ്പൂണിന് 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഈ ചീനച്ചട്ടിയിൽ. അപ്പം ഗ്യാസ് സ്ലോയിലാണ് വെച്ചിരിക്കുന്നത്, എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ജീരകവും കായവും കൂടെ ഇതിനകത്ത് ഇടുകയാണ്. അത് പൊട്ടിക്കഴിയുമ്പോഴത്തേനും നമ്മൾ ആദ്യം ഇടേണ്ടത് ഉള്ളിയല്ല, സവാളയല്ല, ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ഞാൻ ഇതിനകത്തോട്ട് ഇടുക, അത് പൊട്ടിയേ. അപ്പം ബീട്രൂട്ട് നമുക്ക് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് 5 മിനിറ്റ് കൊണ്ട് റെഡി ആവുന്ന കറിയാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് ഇങ്ങനെ വഴറ്റി കൊടുത്തിട്ട് ഗ്യാസ് സ്ലോയിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്തൊന്നും ഇടണ്ട. കറി നല്ല, നമുക്ക് ചോറിനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് മോരുകറിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു സൈഡ് ഡിഷ് ആയിട്ടാണ്. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ. പിന്നെ ഇതിന് വേണമെങ്കിൽ ഒരു തക്കാളിക്കും കൂടെ മുറിച്ചിടാം, ഒരു കുഴഞ്ഞ ഒരു മെഴുക്കുവരട്ടിയായി വരുവേ. അപ്പം ഞാൻ തക്കാളിക്ക് ഇടാതെ ഉണ്ടാക്കും. ഇപ്പോൾ ഞാൻ ഒരു തക്കാളിക്കും കൂടെ ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ തക്കാളിക്ക് ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാം. പെട്ടെന്ന് വേവുകയും ചെയ്യും, പെട്ടെന്ന് റെഡി ആവുന്ന ഒരു കറിയാണ്. അപ്പം ഇത് ശകലം വഴറ്റി, അപ്പം നമുക്ക് ഇതിനകത്തൂടെ സവാള ഇടാം. സവാള ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കണേ. ഇതോടെ വഴറ്റി എല്ലാത്തിലും ഒന്ന് എണ്ണയൊക്കെ പിടിച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യാനുസരണം. ഇതൊരു ശകലം ഉള്ളത് കൊണ്ട് ഞാനൊരു അര സ്പൂൺ ഉപ്പാണ് ഇടുന്നത്. അര സ്പൂൺ ഉപ്പ് ഇട്ടു. പിന്നെ കാരണം ഉപ്പ് കൂടിപ്പോയല്ലോ, അര സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക. പിന്നെ മുളക് പൊടി, ഇത് കശ്മീരി ചില്ലി പൗഡറാണ്. മുളക് പൊടി ഒരു സ്പൂൺ മുഴുവനില്ല, അര സ്പൂണിൽ ഒരല്പം കൂടുതലുമാണ്. കാരണം ഇതിനൊരു മധുരമുണ്ട്. അപ്പൊ പിന്നെ ഒരു ശകലം കൂടെ മുളക് പൊടി നമുക്കാകാം. എരിവ് കൂടുതൽ വേണ്ടുന്നവർ ഒരു സ്പൂൺ ഇടണം, അല്ലെങ്കിൽ കുറച്ച്. അപ്പൊ ഇതിന്റെ മധുരം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി എരിവ് കൂട്ടി വെക്കും. പിന്നെ തക്കാളിക്കും കൂടെ ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ ഇത് ഒന്നും ചെയ്യേണ്ട, തക്കാളിക്കും കൂടെ മുറിച്ചിട്ടിട്ട് നമുക്ക് ഇതങ്ങ് അടച്ചു വെച്ചാൽ മതി. 5 മിനിറ്റ് കൊണ്ട് റെഡിയാവും. നല്ല കറിയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഒരു തക്കാളിക്ക് 2 സെയിം ഇതർമേ ഇവിടെ ഞാൻ ഇത് ഇളക്കി കൊടുത്തേ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമ്മൾ വേകാറായി. ഇത് ഒന്നുകൂടി ഒന്ന് അടച്ചു വയ്ക്കാം നമുക്ക്. ഓൾറെഡി വെന്തു. ഒന്നുകൂടി ഇവിടെ നമ്മുടെ ബീട്രൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബീട്രൂട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് നിർത്തി വെച്ചു കേട്ടോ. ഇവിടെ നമ്മളുടെ ബീട്രൂട്ട് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ബീട്രൂട്ട് മെഴുക്കുവരട്ടിയാണ്. അപ്പം എല്ലാവർക്കും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും മറ്റൊരു വീഡിയോയുമായി നാളെ ഞാൻ എത്തുന്നത് വരെ ഓക്കെ, ബൈ ബൈ.